ഹായ് ഫ്രണ്ട്സ്, മല്ലൂലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോ പുതിയതായിട്ട് വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോ എത്തിയിട്ടുള്ളത്. ഇതിപ്പോ അൺബോക്സിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. ഇത് ചെറിയൊരു ഫ്ലാസ്ക് ആണ്. അതായത് ഈ ഫ്ലാസ്ക് അവർ പറയുന്നത് ഏറ്റവും കൂടുതൽ തണുപ്പ് കൂടുതൽ നേരം നിൽക്കും. അതേപോലെ തന്നെ ഇതിൽ ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളവും തണുത്ത വെള്ളം ഒഴിക്കാൻ പറ്റിയ ഫ്ലാസ്ക് ആണ്. അപ്പൊ നമുക്കിത് വീട്ടിലേക്ക് പോകാം. നമ്മളൊന്ന് അൺബോക്സിംഗ് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മത് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിൽ എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റമാറ്റിക് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ ബോക്സ് നല്ല ഭംഗിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ബോക്സിൽ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ വിഷ്വലായി കാണിച്ചിട്ടുണ്ട്. എന്തിനും നമ്മൾ ചെക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം അതിൽ എന്തൊക്കെയുണ്ട്. ഇത് നമ്മളതിൽ ടച്ച് ചെയ്താൽ തന്നെ ഇതിന്റെ സെൽഷ്യസ് കാണിക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൽ വന്നിട്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളവും അതേപോലെ തന്നെ തണുത്ത വെള്ളവും ഇതിൽ 8 മണിക്കൂറോളം നിൽക്കുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. നമ്മൾ സാധാ ഫ്ലാസ്ക് പോലെ തന്നെ ഉള്ളിലൊക്കെ മെറ്റാലിക്കായിട്ട് എല്ലാ ഫ്ലാസ്കിലും കാണുന്ന പോലെ തന്നെയാണുള്ളത്. പിന്നെ ഇതിൽ ബ്ലാക്ക് മാറ്റ് കളർ ഫിനിഷ് ആയിട്ടാണ് ഇതിൽ കാണുന്നത്. ഓക്കെ, പിന്നെ ഇതേപോലെ തന്നെ ഇതിൽ നമ്മൾ ചായയൊക്കെ ഒഴിക്കുമ്പോൾ അരിപ്പി പോലെ ഒരു സാധനം അതിനകത്തുനിന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, കാണാൻ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇതിൽ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിലെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിലെ സെൻസർ, അതായത് ഇതിൽ ഹീറ്റ് അതേപോലെ കൂളും കാണിക്കുന്നത് വന്നിട്ട് ഇതിലൊരു സെൻസറാണ്. അതിനകത്ത് കാണാൻ പറ്റും. നമ്മളിതിലിവിടെ ടച്ച് ചെയ്താൽ അതിനനുസരിച്ച് ചൂട് ഇപ്പുറത്ത് നമുക്ക് വിഷ്വലായിട്ട് കാണും. അതാണ് ഇതിൽ പ്രത്യേകത. കാണോ? അതേപോലെ തന്നെ ഇതിൽ തണുപ്പ് മാത്രം കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ലാഗ് പിടിക്കുന്നുണ്ട്. പക്ഷെ അതേപോലെ ചുടുവെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് ഒഴിച്ച് ഇത് മൂടിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. ഓക്കെ, സാധാ ഫ്ലാസ്ക് പോലെയാണ്. പക്ഷെ ഇതിലെന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ എത്ര ഹീറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇതിൽ എത്ര തന്നെ കൂള് നിൽക്കുന്നുണ്ട്, ഇത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടോ എല്ലാം നമുക്കിതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ വന്നിട്ട് നമുക്ക് ചാർജ് എന്ന് പറഞ്ഞിട്ട് 180 ദിവസം അതിൽ ചാർജ് നിൽക്കുന്നതാണ് ഇതിൽ കാണിക്കാൻ. ബാറ്ററി കപ്പാസിറ്റി അത്ര ഉണ്ടാവും. പക്ഷെ അതേപോലെ തന്നെ ഇതിൽ തണുപ്പാണെങ്കിലും ശരി, തണുപ്പാണെങ്കിലും ശരി, ചൂടാണെങ്കിലും ശരി, നമുക്കിതിൽ ഏകദേശം 8 മണിക്കൂർ ഇതിൽ അതേപോലെ ഉണ്ടാവുമെന്നാണ് നമുക്കിതിൽ കാണിക്കുന്നത്. ഞങ്ങളിത് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കി കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ സെൻസറിന്റെ ചെറുതായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് എഴുതിയത് കാണാൻ പറ്റും. ചൂടുവെള്ളത്തിൽ ഇത് കഴുകാൻ പാടില്ല. അതേപോലെ തന്നെ സോപ്പ് പൊടി ഉപയോഗിച്ചോ ഒന്നും ഇതിൽ നമുക്ക് കഴുകാൻ പാടില്ല. അതായത് ഇതിൽ സെൻസർ ഉള്ളതുകൊണ്ടും ഇതിൽ ബാറ്ററിയും ഉള്ളതുകൊണ്ടും വേഗം തുരുമ്പ് പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് അത് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം ഒന്ന് ഒഴിച്ച് കഴുകല്ലാതെ ചൂടുവെള്ളം ഒഴിച്ചിട്ടോ അതേപോലെ തന്നെ സോപ്പ് ഇട്ടിട്ടോ കഴുകാൻ പാടില്ല. പിന്നെ ഇതിൽ നമ്മൾ ഈ കാണുന്നത് നമ്മൾ നേരെ ഒന്ന് വേഗം കൊണ്ടൊന്ന് റൗണ്ട് ചെയ്യുക. റൗണ്ട് ചെയ്തതിന് ശേഷം ഇത് പുറകുന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറേശ്ശായിട്ട് പുറത്ത് വരും. അപ്പൊ ഇതേപോലെ തന്നെ നമ്മളിത് പുറത്ത് ഇങ്ങനെ എടുക്കാൻ പറ്റുതാ, കണ്ടോ? അപ്പൊ ഇതൊരു സ്റ്റീലിന്റെ ഒരു സംഭവമാണ്. ഇത് അതിനൊരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് ഈ കാണുന്ന സാധനം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ബെഡായാണ് നമ്മുടെ സാധനം. ഓക്കെ, ഇതിനകത്തൊന്നുമില്ല. ഇതിലെ ബാറ്ററി മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ പുറത്തെടുക്കണം. അപ്പൊ ഇതിൽ കമ്പി, അതിലുള്ള സോൾഡറിങ് ഒന്നും തന്നെ വിട്ടുപോകാൻ പറ്റില്ല. അതേപോലെ തന്നെ വലിയ ബാറ്ററി, കണ്ടോ? ഏകദേശം വലിയ ബാറ്ററി. ഇത് നമുക്ക് ഷോപ്പുകളിലൊക്കെ കിട്ടും മേടിക്കാൻ. അപ്പോൾ ഇതൊരു 180 ദിവസം കഴിഞ്ഞിട്ട് ചാർജ് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ഈ സാധനം തുറന്ന് ഇതിനകത്ത് ബാറ്ററി നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് വെക്കുമ്പോൾ കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു സാധനമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനകത്ത് വെള്ളം കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായോ? കാരണം ഇതിനകത്ത് വെള്ളം കയറിയാൽ ഇത് കഴിഞ്ഞു.
ഓക്കെ, അതേപോലെ തന്നെ നമ്മളിത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ നിന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ വെച്ച് ഇതൊന്ന് ടാപ്പിനകത്ത് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, പഴയതുപോലെയായി. ഓക്കെ, വീണ്ടും നമ്മളിത് ഇതിനകത്ത് നമ്മൾ ഊരിയ പോലെ തന്നെ തിരിച്ചിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ളിൽ കയറും. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, അതുകൊണ്ട് വീണ്ടും ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് പറഞ്ഞുതരാണ്. ഇതിൽ നമ്മൾ ഈ സാധനത്തെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഇതിൽ ടൈമും ഇതിൽ എത്രയാണ് ഉള്ളതെന്നൊക്കെ കാണിക്കുന്നത്. അതിന്റെ സെൻസർ എന്ന് പറയുന്ന സാധനം ഇതാണ് കേട്ടോ, ഈ കുഞ്ഞു സാധനമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതിനകത്ത് വെക്കുമ്പോൾ കറക്റ്റായിട്ട് വെക്കണം. ഓക്കെ, നമ്മളിതിൽ ഈ മൂടിയിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ എത്രയുണ്ട് ഇതിൽ ചൂട് എന്നൊക്കെ കാണുന്നത് ഈ തൊടുന്നത് ഈ സെൻസർ കൊണ്ടാണ്. അപ്പോൾ ഇവിടെയാണ് ഈ സെൻസർ ഉള്ളത്. ഇതിൽ യാതൊരു കാരണവശാലും വെള്ളം ആയി കഴിഞ്ഞാൽ ഈ സാധനം വർക്കിംഗ് നിൽക്കും. ഓക്കെ, പിന്നെ നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്, ഇതിൽ എന്തുകൊണ്ടാണ് ഈ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിലവിൽ ഇവിടെ നമ്മളുള്ള ടെമ്പറേച്ചറാണ് അതിൽ കാണിക്കുന്നത്. ഇപ്പം നമ്മളിതിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹീറ്റിനനുസരിച്ച് ഇത് ടെമ്പറേച്ചർ വേരിയേഷൻ കാണിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വെള്ളം നമ്മൾ ആ ബോക്സിനകത്ത് ഒഴിച്ച് ഈ ടാപ്പിട്ട് മൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വേരിയേഷൻ നല്ലോണം കാണിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഈ സാധനം വർക്കിംഗ് ഉണ്ടായിരുന്നില്ല. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബാറ്ററി ആ സാധനം വെച്ച് നേരെ കറക്റ്റായിട്ട് വെക്കാതിരുന്നിട്ട് ഈ സാധനം ടാപ്പിട്ട് അടയ്ക്കുമ്പോൾ നേരെ ഒന്ന് അടയാതിരുന്നു കഴിഞ്ഞാലും ആ സെൻസർ വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പക്ഷേ ഇത് മേടിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ആ ബാറ്ററി നേരെ കറക്റ്റായിട്ട് സീറ്റിംഗ് ചെയ്തിട്ട് അടച്ചു കഴിഞ്ഞാൽ അത് വർക്കിംഗ് ആണ്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ കൂൾ വാട്ടർ ഒഴിച്ചിട്ട് ഇതിൽ വേരിയേഷൻ എങ്ങനെയാണ് കാണിക്കുന്നത് നമ്മൾ ഇപ്പം കാണാം. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമ്മളിപ്പോൾ ഫസ്റ്റായിട്ട് ഇതിൽ ഒഴിക്കാൻ പോണത് തണുത്ത വെള്ളമാണ്. അപ്പോൾ നമ്മൊരു മിനറൽ വാട്ടർ തണുത്തത് പോയി മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമുക്കിത് ഒഴിച്ച് നോക്കാം.
400 ഉള്ളിലായിരിക്കും ഇതിന്റെ റേറ്റ് എപ്പോഴും ഫ്ലിപ്കാർട്ടിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മളിതിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 280 രൂപ 90 രൂപയിൽ ഇപ്പോൾ എടുക്കാൻ പറ്റും ഇപ്പോൾ മേടിക്കണേ. ഓക്കെ, ഇത് ഫ്ലിപ്കാർട്ടിലാണ്. ഇത് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും എത്ര രൂപയാണെന്നുള്ളത്, മെയിൻ പ്രൈസും. അതേപോലെ തന്നെ ഓഫർ പ്രൈസ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് നമ്മൾ ഇടുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇതിൽ നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടതിൽ യെല്ലോ കളർ, ഗ്രീൻ കളർ ഉണ്ടായിരുന്നു. ഗ്രീൻ കളർ ആയിരുന്നു നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത്, പിന്നെ യെല്ലോ ആയിരുന്നു, ഇപ്പോൾ റെഡ്. അതായത് ഇതിൽ മാക്സിമം ഹീറ്റ് എന്ന് പറയുമ്പോൾ വരുമ്പോൾ ഇതിൽ റെഡ് കളർ ആയിട്ടാണ് ഇതിലിപ്പോൾ കാണുന്നത്. ഇതാ 58. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും വരുന്നതായിരിക്കും. മല്ലു വിത്ത് മല്ലു.